ചിരിക്കല്ലേ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. എന്റെ യഥാർത്ഥ പണിന്ന് വെച്ചാല് ഞങ്ങളുടെ ഷഡ്ഡി അലക്കലാണ്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അതായത് റാംബോന്റെയും നിയാദിന്റെയും ഷഡ്ഡി അലക്കലാണ്. ഇനി 12 ചട്ടിയും കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞ് ഈ കൊല്ലം അലക്കണ്ട. അതും ഒരു 3 ആഴ്ചക്കുള്ളിൽ അവന്റെ ഷഡ്ഡി അലക്കിയിട്ടില്ലെങ്കിൽ മൊത്തിക്ക് അടി പോകും. കാരണം ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്താ പ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്, ഇത് അതുക്കും മേലെ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അവന്റെ ഷഡ്ഡി അലക്കലും അവന്റെ ഷൂ തുടക്കല് എന്റെ അമ്മോ, ബാറ്റ കമ്പനി പോലും കാണില്ല ഇത്രയും ഷൂ. ഇതൊക്കെ പഴയതാ, ഇതിൽ ചെയ്ത് പഠിച്ചിട്ട് പുതിയത് തരാം. പിന്നെ കാലുകളിൽ കയറി കുറെ പുറത്തു പോയിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു വരും. ഇത്രയും ഷൂ റോട്ടിൽ നിന്ന് പോളിഷ് ചെയ്താ ഒരൊറ്റ ആഴ്ചക്കുള്ള ഒരു ബോട്ട് വാങ്ങാൻ പറ്റും. അവന്റെ കാറ് കയറി വെള്ളമില്ലാത്തത് കൊണ്ട് വള്ളംകളി മാറ്റിവെച്ചു. ഇയാളെന്ത് പണിയാണ് കാണിക്കുന്നത്? തന്നെ കൂടെ തോറ്റല്ലോ. ഐ ആൾസോ ഫെയിൽഡ് ഓഫ് യു. നീയാതെ ഇങ്ങനെ ഇതാന്ന് സിസ്റ്റർ, ഇതാന്ന് ഒരു പൈസ ഈ പറഞ്ഞ പോലെ പൈസ എമൗണ്ട് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓന് എത്ര വന്നാലും അത് വാങ്ങാം, അത് ഇതാക്കാം, ഓന് അങ്ങനെ തരുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. എന്നിട്ട് ഓൻ്റെ റൂമിലേക്ക് കയറുന്നവരുള്ള എൻ്റെ വിശ്വാസം അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ കയറി, ഞാൻ അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു റവന്യൂ തരാൻ പറ്റില്ല, നീ ഇത്തരക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചിട്ടാ. റവന്യൂ എനിക്ക് തരാൻ പറ്റില്ല, കാരണം അവനിതൊരു ബിസിനസ് ആയിട്ടാണ് നടത്തുന്നത്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? അവനിതൊരു ബിസിനസ്സാണ്. അപ്പം അങ്ങനെ നമുക്ക് റവന്യൂ തരാനുള്ള റവന്യൂ ഓൻ തരൂല, ഓന് റവന്യൂ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത്രയ്ക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. മഹാന്മാരെ അടുത്തെറിഞ്ഞ മനസ്സിലെ വിഗ്രഹം വീണുടഞ്ഞു പോകുന്ന പറഞ്ഞ അത്ര സത്യ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.